Hello guys, welcome back to my channel Bake with Anshu. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുനാഫയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായി ആവശ്യമുള്ള സാധനങ്ങൾ കുനാഫ ഡൗ, ക്രീം, നെയ്യ്, പാൽപ്പൊടി, ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, കോൺഫ്ലോർ, ക്രീം ചീസ്, വെള്ളം, പഞ്ചസാര. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രത്തിലോട്ട് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അല്പം വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ചെടുത്ത് ക്രീം രൂപത്തിലാക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായി ക്രീം രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സർ ഇവിടെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി അത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലോട്ട് ക്രീമും ക്രീം ചീസും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുനാഫ ഡബിലോട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നെയ്യ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് അല്പം നെയ്യ് തടവി കൊടുക്കുക. ഇനി നമ്മുടെ കുനാഫ ഡവ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. പകുതി കുനാഫ ഡവ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം മിക്സ് ഇട്ട് കൊടുക്കുക. ക്രീം മിക്സ് ഇവിടെ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് മാറ്റി വെച്ചിട്ടുള്ള കുനാഫ ഡവ് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് കത്തിച്ചെടുത്ത് മൂടി വെച്ച് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി കുനാഫയിലോട്ട് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഇവിടെ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. റെഡിയാക്കി വെച്ചിട്ടുള്ള കുനാഫയുടെ മുകളിലോട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മുടെ കുനാഫ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മുടെ കുനാഫ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.